പ്രത്യക്ഷണ മധ്യസ്ഥ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധമതേ കൃപാസനത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തീർത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളെ പ്രസവത്തിൽ നിന്ന് പറയുന്നു. അമ്മ പരിശുദ്ധമതേ 2004 ഡിസംബർ 5 ശനി 2 പുനഃകൃപാസനം സംബന്ധിച്ച് അമ്മയുടെ പ്രത്യക്ഷപ്പെടാനെ കുറിച്ച് തെറ്റിദ്ധരിച്ച പഠനരേഖകളിൽ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര വിദ്യപ്രകാരമുള്ളതുമായ നഷ്ടപ്പെടാനാണ് ആ പ്രത്യക്ഷപ്പെടലോടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ആടപ്പെടുന്ന പീഡിതരാശ്വാസം പ്രാചാരാജ്ഞ വാഗ്ദാനത്തിന് പേടം പ്രാന്തിപ്രമാദം പ്രശ്നമെടുത്ത് തെറ്റിസഭ കൊടുത്തപ്പോൾ ജീവിതത്തിലെ ദുരിതാവസ്ഥപ്പെട്ട് വരുന്ന അനേകം മക്കൾക്ക് ദൈവത്തിൻ്റെ സന്ദർഭം കൂടുതൽ അനുഭവിക്കുന്നവരെ ആത്മവിശുദ്ധം ദൈവശക്തിയും കൈവരിക ഞങ്ങളുടെ മഴയുടെയാകണേ. പരിശുദ്ധ ശുശ്രൂഷകളാണ് രജ്ഞാനിക്ക് സംരക്ഷണ പ്രാർത്ഥന തിരിച്ച പ്രത്യക്ഷയുടെ പരിശുദ്ധമേ ദേവമലമാസകല ഗ്രഭാസന പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന് പ്രത്യേക ഞാൻ പറയുന്ന അമ്മയുടെ പ്രത്യക്ഷണത്തെ ഈ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് സാധിച്ചാൽ കനികനമ്മ ആമൻ. വിശ്വാസ പ്രവണ സർവശക്തനായ ആകാശത്തിന് സൃഷ്ടാമ ദൈവത്തിനെ ആശ്രയിക്കുന്നു. അവിടുത്തെ ദൈവത്തിന് ഞങ്ങളുടെ കർത്തമേശ്വരനെ ആശ്രയിക്കുന്നു. ദൈവത്തിനും പരിഷ്ഠാനുഗ്രഹത്തിനെ കനികാമറത്തും പറഞ്ഞു പാന്തോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സജ്ജകരക്ഷിതരുടെ പറ്റടക്കട്ടെ. പാതാളങ്ങളാം വരച്ചയുടെ 3-ാം നാൾ അടുത്ത് സർവ്വത്തിലേക്ക് എഴുന്നല്ലേ. സർവശക്തികൾ പിതാവായ ദൈവത്തിന്റെ വലുത് പാതിരിക്കുന്ന അവിടുന്ന് ജീവിക്കുന്നവരെ മൃത്യരം വിധിക്കുന്നവരെ മുന്നേഷിക്കുന്ന പരിഷ്ഠാനം മുന്നേഷിക്കും. കത്തോലിക്ക സ്ഥലം പിണമറ്റാക്കുന്ന പാപങ്ങൾ മാറ്റി നിർത്താൻ ശരീരത്തിൻ്റെ ഏർപ്പെടുന്നതുമായ ജീവിതത്തിൻ്റെ അന്വേഷിക്കുകയാണ്. സ്വർഗസ്നേഹം ഞങ്ങൾ പിതാവാണെന്നാണ് വേദമണം. ഞങ്ങളുടെ രാജ്യപരമായ ആങ്ങാത്തിന് മനസ്സ് സ്വർഗത്തിലെ പല ഫോമിലും മണ്ണ് അന്നു വേണ്ടുന്നവരെ തന്നെ ഞങ്ങൾക്ക് തരണം. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയാണ് ഇഷ്ടമേ. കർത്തവ്യങ്ങളോട് സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഞങ്ങളുടെ ഫിലിമ ഈശോ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പരിശുദ്ധം പറയുന്നത്. പാപികളെ ഞങ്ങൾക്ക് ഇപ്പോഴും തമ്പുരാനോട് അപേക്ഷമേ. ജോഷ് 5-ാം അധ്യായത്തിൽ നിന്ന് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ജനം ജെറിക്കോ സമതലത്തിൽ ഗിൽഗാലിൽ താവളമടിച്ചു. ആ മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അവിടെ പെസഹ ആഘോഷിച്ചു. പിറ്റേ ദിവസം അവർ ആ ദേശത്ത് വിളവിൽ നിന്ന് ഉണ്ടാക്കിയ അപ്പം, വെടുപ്പില്ലാത്ത അപ്പവും വറുത്ത് ഗോതമ്പ് ഭക്ഷിച്ച് പിറ്റേ മന്ന ഋഷിക്കതായി. ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. ദൈവവചനമാണ് കേട്ടു.